ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഒരിക്കൽ കൂടി നമ്മുടെ ഡിഫറൻസിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഫറൻസിയേഷൻ്റെ വേറൊരു ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചിരുന്നത് 3 റൂൾസ് പഠിച്ചു. പിന്നെ പ്രൊഡക്റ്റ് റൂള്, ക്വസ്റ്റ്യൻ റൂള്, ചെയിൻ റൂള്. പിന്നെ നമ്മൾ പഠിച്ചിരുന്നത് പല ടൈപ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. അതിനകത്ത് നമ്മൾ ഇംപ്ലിസിറ്റ് പഠിച്ചു, ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ പഠിച്ചു. പിന്നെ നമ്മൾ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ പഠിച്ചു, പാരാമെട്രിക് ഡിഫറൻസിയേഷൻ പഠിച്ചു. നമ്മൾ ഇതിനകത്ത് പഠിച്ചതെല്ലാം ഡിഫറൻസിയേഷൻ്റെ പല ഓരോ സെക്ഷൻസ് ആണെങ്കിൽ പോലും അവിടെയെല്ലാം നമ്മൾ അൾട്ടിമേറ്റ്ലി കണ്ടുപിടിച്ചിരുന്നത് dy/dx ആയിരുന്നു. ഇപ്പോൾ y വിത്ത് റെസ്പെക്ട് എക്സ് നമുക്ക് കാരണം 2 വേരിയബിളാണ്. ഒന്ന് എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, y ഈസ് ഡിപ്പെൻഡിങ് ഓൺ എക്സ്, സോ y ഈസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഈ 2 വേരിയബിളിനെയും റിലേറ്റ് ചെയ്തെന്നുള്ളൊരു ഡിഫറൻസിയേഷൻ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നതെല്ലാം. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, y വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അങ്ങനെയില്ല. ഇപ്പോൾ y ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇപ്പോൾ y ഈസ് ഈക്വൽ ടു സപ്പോസ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x സ്ക്വയർ 2x സ്ക്വയർ വേണ്ട, സൈൻ ഇൻവേഴ്സ് 2x/1 + x സ്ക്വയർ. ഇതൊരു ഫംഗ്ഷനാണ്, നമുക്കറിയാമല്ലോ. 1 + x സ്ക്വയർ, ഐ മീൻ x സ്ക്വയർ, 1 + x സ്ക്വയർ. സൈൻ ഇൻവേഴ്സ് 2x/1 + x സ്ക്വയർ ഇത് നമുക്ക് സുപരിചിതമായ ഒരു ഫംഗ്ഷനാണ്. ഇവിടെ നമുക്ക് dy/dx കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഇതിന് ട്രിഗണോമെട്രി സിംപ്ലിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് dy/dx കണ്ടുപിടിക്കാം. ഇവിടെ സപ്പോസ് എനിക്ക് വേണ്ടത് ഇത് y എന്നുള്ളൊരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ അതിനെ ഞാൻ u എന്ന് എടുക്കുമെന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷന് പകരം ഞാൻ u ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x/1 + x സ്ക്വയർ ഇതാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുക. എനിക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കണ്ടുപിടിക്കേണ്ടത് ടാൻ ഇൻവേഴ്സ് x മാറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇവിടെ പറ്റുമോ? ഇതിൻ്റെ ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് 2x/1 + x സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു ടാൻ ഇൻവേഴ്സ് എക്സിന് ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ഒക്കെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആക്ച്വലി ചെയ്യുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് d/dt ഓഫ് എസ് ആണ് കണ്ടുപിടിക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ dv/dt കണ്ടുപിടിക്കുന്നുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഏതിനെയും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സർക്കിളിൻ്റെ റേഡിയസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഏരിയ കൂടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഏരിയ ഡെറിവേറ്റീവ് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് പെരിമീറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനെ വേറൊരു ഫംഗ്ഷനുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നാൽ എങ്ങനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് അതിനൊന്ന് അനലൈസ് ചെയ്യാം. If we want to differentiate sin inverse 2x/1 + x square with respect to tan inverse x, how can we differentiate this with respect to tan inverse x? എങ്ങനെ ഇത് പ്രോബ്ലം വരുവാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനെ നമുക്കൊരു പേര് കൊടുക്കാം, u എന്ന് വിളിക്കാം. u ഈസ് ഈക്വൽ ടു, ആദ്യം തന്നെ നമ്മൾ u എന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ v എന്ന് വിളിക്കാം, ഒരു പേര്, ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ദിസ് വൺ വിത്ത് റെസ്പെക്ട് ടു ടാൻ ഇൻവേഴ്സ്. ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു v ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ du/dv ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്, നോക്കിക്കേ, ഇവിടെ u എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിലൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് du/dv നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ വിയുടെ ടേം ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യാമല്ലോ, du/dx കണ്ടുപിടിക്കാമല്ലോ, കാരണം ബിക്കോസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി. So we can differentiate that with respect to x.
സിമിലർലി നമുക്ക് വിയും കണ്ടുപിടിക്കാം, വിയുടെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം, dv/dx കണ്ടുപിടിക്കാം, because v is a function of x. So that's why we can find dv/dx. Then our aim is to find du/dv. Then what about du/dv? By using chain rule we can write it as du/dx times dx/dv, because this chain rule നമ്മൾ already discuss ചെയ്തതാണ് ഈ സാധനം. And that's equal to say du/dx times what is dx/dv? That is same as 1/dv/dx. അത് നമുക്ക് അത്തരത്തിൽ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ du/dx ഡിവൈഡഡ് ബൈ dv/dx എന്ന് എഴുതാം അല്ലേ. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു v. അപ്പോൾ മക്കളെ ഈ ഫോർമുല ഒന്ന് എഴുതി വെക്കണം. du/dv is equal to du/dx/dv/dx. ഇത് നമ്മൾ പാരാമെട്രിക്കിനകത്ത് ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ പാരാമീറ്റർ അല്ല എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന ആ വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ തന്നെയാണ് നമ്മൾ എടുക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പാരാമീറ്റർ അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ du/dx നമുക്കൊന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് du/dx? സൈൻ ഇൻവേഴ്സ് അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഫോർമുല എല്ലാവരും എഴുതിയല്ലോ. du/dv is equal to du/dx/dv/dx. നമ്മുടെ ചെയിൻ റൂൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. u ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എന്നല്ലേ. അപ്പോൾ u എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാം എക്സിനെ ടാൻ തീറ്റ എന്ന് എടുക്കുമ്പോൾ 2 tan θ ബൈ 1 + tan² θ. അപ്പോൾ സൈൻ 2θ എന്നാവും. സൈൻ ഇൻവേഴ്സ് സൈൻ 2θ എന്നാവും. 2 tan inverse x. നമ്മൾ ഒത്തിരി തവണ ചെയ്തിട്ടുള്ളതുകൊണ്ട് നേരിട്ട് ഞാൻ അങ്ങ് എഴുതുകയാണ്. u is equal to 2 tan inverse x എന്ന് വരും. ഇനി നമുക്ക് du/dx കണ്ടുപിടിക്കാം. 2 times what is the derivative of tan inverse? 1/1 + x². dv/dx നമുക്ക് ഡയറക്റ്റ് എഴുതാമല്ലോ. 1/v എന്നുള്ള tan inverse x ആണ്. സോ dv/dx is equal to 1/1 + x². ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഫോർമുലയ്ക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ du/dv എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഇനി കണ്ടുപിടിക്കാം. സോ du/dv is equal to formula is du/dv is equal to, write the formula du/dx/dv/dx, and du/dx is 2/1 + x² and dv/dx is 1/1 + x². It cancelled, giving back 2/1, that's equal to 2. So that is the way in which we are finding the derivative of a function with respect to another function. I think you have got the question. Okay, let us have another question. This is our second question. Differentiate tan inverse 3x - x³ divided by 1 - 3x² with respect to cos inverse 1 - x² by 1 + x². നമ്മുടെ മെത്തേഡ് എല്ലാം സെയിം തന്നെ. നമുക്ക് ആദ്യം തന്നെ u എന്ന് വിളിക്കാം അല്ലേ. So let u is equal to this one and v is equal to cos inverse. അത് നമ്മൾ സിംപ്ലി നമ്മൾ എഴുതി പോകാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇത് നമുക്ക് അറിയാമല്ലോ. ഇത് എക്സിന് tan θ കൊടുത്തു കഴിഞ്ഞാൽ 3 tan θ - tan³ θ divided by 1 - 3 tan² θ. എക്സിന് എന്താ കൊടുത്തത്? tan θ. എക്സിന് tan θ. അപ്പോൾ θ എന്ന് പറഞ്ഞാൽ എന്താവും? tan inverse x. ഓർത്തോണേ, θ is equal to tan inverse x. എഴുതുന്നില്ല ഞാൻ, ഓർമ്മ നിൽക്കട്ടെ. θ is equal to tan inverse x. അപ്പോൾ ഇതെന്താവും? tan inverse 3 tan θ - tan³ θ by 1 - 3 tan² θ. That is tan inverse tan 3θ. Tan inverse tan 3θ is 3θ. That is 3 into what is θ? അത് നമ്മൾ പറഞ്ഞല്ലോ, 3 tan inverse x. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ u എന്ന് പറഞ്ഞാൽ. അതുപോലെ നമുക്ക് v യെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാമല്ലോ എക്സിന് എന്ത് കൊടുത്താൽ മതി? ഇവിടെ ആ ഫോർമാറ്റ് കാണുമ്പോൾ നമ്മൾ പറയാൻ പാകത്തിലേക്ക് നമ്മൾ എത്തണം. എക്സിന് tan θ എന്ന് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ θ tan inverse x ആവും. അപ്പോൾ cos inverse 1 - tan² by 1 + tan² എന്നാവും. cos inverse 1 - tan² by 1 + tan² എന്ന് പറഞ്ഞാൽ എന്ത് വരും? cos 2θ വരും, 2θ വരും, 2 tan inverse x വരും അല്ലേ. ഇനി നമുക്ക് du/dx കണ്ടുപിടിക്കാമല്ലോ. സോ du/dx is equal to
3 times tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. dv by dx എന്ന് പറഞ്ഞാൽ 2 tan inverse x അതിന്റെ ഡെറിവേറ്റീവ് 2 into 1 by 1 plus x square. അപ്പോൾ 2 by 1 plus x square. So we can find du. We have to find du by dv. Derivative of u with respect to v is du by dv, and that's nothing but du by dx over dv by dx, right? Yes, du by dx 3 by 1 plus x square divided by 2 by 1 plus x square. 1 plus x square get cancelled, giving back 3 by 2, right? So this is very simple, just like the parametric differentiation. ആദ്യത്തേനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, രണ്ടാമത്തേനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ തന്നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ഒത്തിരി ആപ്ലിക്കേഷൻ ഉള്ളതാണ് എന്നുള്ളതായി നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇതാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഡീൽ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഇത് കൂട്ട് ടൈപ്പ് സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ഡിഫറൻഷിയേറ്റ് sin square x with respect to e raised to cos x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മെത്തേഡ് ഇസ് ദ സെയിം. നമ്മൾ ആദ്യത്തേനെ u എന്ന് വിളിക്കും, ലെറ്റ് u ഈസ് ഈക്വൽ ടു sin square x. രണ്ടാമത്തേനെ v എന്ന് വിളിക്കും, e raised to cos x. du by dx നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നമ്മുടെ ഉദ്ദേശം du ഡെറിവേറ്റീവ് ഓഫ് sin square x വിത്ത് റെസ്പെക്ട് ടു e raised to cos x എന്നാണ്. du by dv ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് du by dx കണ്ടുപിടിക്കാം അല്ലേ. sin square x ഡെറിവേറ്റീവ് എന്ത് വരും? സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 sin x into derivative sin x is cos x. So it is 2 sin x cos x. And what is derivative of v with respect to x? dv by dx. e raised to cos x. What is the derivative? e raised to into the e raised to cos x തന്നെ into cos x ന്റെ ഡെറിവേറ്റീവ്, that is minus sin x. ഇനി നമുക്ക് du by dv കണ്ടുപിടിച്ചാൽ പോരെ. So du by dv is equal to du by dx divided by dv by dx, right? d by dx നമ്മുടെ കയ്യിലുണ്ട് 2 sin x cos x divided by e raised to cos x into minus sin x. ഇത് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. സോ the answer is minus 2. ഈ മൈനസ് മുകളിലേക്ക് കൊണ്ടുപോയി 2 cos x divided by e raised to cos x, right? So that's the answer. അപ്പോൾ നമുക്ക് മെത്തേഡ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ആദ്യത്തേനെ u എന്ന് വിളിക്കുക, രണ്ടാമത്തേനെ v എന്ന് വിളിക്കുക, അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് tan ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് x സ്ക്വയർ ബൈ 1 പ്ലസ് x സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു കോസ് ഇൻവേഴ്സ് x സ്ക്വയർ. നമ്മൾ ആദ്യത്തേനെ u എന്ന് വിളിക്കാം. മെത്തേഡ് സെയിം തന്നെയാണ്. u എന്ന് വിളിച്ചു, രണ്ടാമത്തേനെ നമ്മൾ v എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് du by dv ആണ് വേണ്ടത്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടാൻ ഇൻവേഴ്സ് ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിനകത്തുള്ളതിനെ എങ്ങോട്ട് മാറ്റണം? ടാനിലേക്ക് മാറ്റണം. ടാനിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ ഈ എക്സ് സ്ക്വയറിന് പകരം നമുക്കൊരു കോസ് തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും. സോ ദാറ്റ് തീറ്റ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. എക്സ് സ്ക്വയറിന് കോസ് തീറ്റ ആയതുകൊണ്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് യുവിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. യു ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ now. Okay, so that is tan inverse 1 minus cos theta is 2 sin square theta by 2, right? 1 plus cos theta is 2 cos square theta by 2. ഇതിൻ്റെ റൂട്ടും ഇത് രണ്ടും കട്ടായി. അപ്പോൾ നമുക്ക് എന്ത് വരും? 2. ഇനി നമുക്ക് അറിയാവുന്നതാണ് tan ഇൻവേഴ്സ് tan സ്ക്വയർ തീറ്റ ആണോ അല്ലേ?
tan inverse square root of tan square theta. Square root of tan square theta by 2 because sin square theta by cos square theta is tan square theta. റൂട്ടിന് പുറത്ത് വരുമ്പോൾ tan inverse tan theta by 2 എന്ന് വരും. That is equal to theta by 2 എന്ന് വരും. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതെന്തായി മാറും? കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ ബൈ 2 എന്നാവും. കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ ഉണ്ട് ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഇതാണ് നമ്മുടെ യു. അപ്പോൾ നമുക്ക് ഡി യു ബൈ ഡി എക്സ് എവിടെ നിന്ന് എഴുതാം? ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/2 കോൺസ്റ്റന്റ് ആണല്ലോ. കോസ് ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് അതിന്റെ സ്ക്വയർ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ. സോ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ശരിയല്ലേ? ഇത് തമ്മിൽ കട്ടായി പോകും. So it is minus x by square root of 1 minus x raised to 4. ഇതാണ് നമ്മുടെ du by dx. ഓക്കെ, ഇനി നമുക്ക് v കണ്ടുപിടിക്കണം. v നമ്മൾ ഓൾറെഡി ഉണ്ട്, ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. v എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഡി വി ബൈ ഡി എക്സ് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കാമല്ലോ. കോസ് ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ root of 1 minus x square and the square into derivative of x square, that is 2x, that is minus 2x divided by square root of 1 minus x raised to 4 എന്നെഴുതാം. ശരിയല്ലേ മക്കളെ? അപ്പോൾ ഡി വി ബൈ ഡി എക്സ് ആയി, ഡി യു ബൈ ഡി എക്സ് ആയി. അപ്പോൾ നമുക്ക് ഡി യു ബൈ ഡി വി തമ്മിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ ഒത്തിരി സ്ഥലത്തിൻ്റെ കുറവ്. ഓക്കെ, അല്ല നമുക്കത് ശരിയാക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഡി വി ബൈ ഡി എക്സ് ഉണ്ട്, ഡി യു ബൈ ഡി എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡി യു ബൈ ഡി വി നമുക്ക് കണ്ടുപിടിക്കാം. സോ ഡി യു ബൈ ഡി വി ഇസ് ഈക്വൽ ടു, ഇതാണ് ഡി യു ബൈ ഡി എക്സ്. സോ ആ ഫോർമുല നമുക്കറിയാമല്ലോ. ഡി യു ബൈ ഡി എക്സ് അത് എഴുതണം, ഡി യു ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി വി ബൈ ഡി എക്സ്. ദാറ്റ് ഈസ് ഡി യു ബൈ ഡി എക്സ് നമ്മുടെ കയ്യിലുണ്ട്, minus x over root of 1 minus x raised to 4 divided by, ഇവിടെ നമുക്ക് minus 2x over root of 1 minus x raised to 4. ഇത് രണ്ടും കട്ടായി പോയിക്കോളും. എക്സ് കട്ടാവും, മൈനസും കൂടെ പോയിട്ട് +1 ആവും. അപ്പോൾ നമുക്ക് ആൻസർ ഈസ് 1/2 കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഡിഫറൻസിയേഷനകത്ത് നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ള മെത്തേഡുകളൊക്കെ മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയിൻ റൂള്, നമ്മുടെ ബാക്കി 2 റൂൾസ്, പ്രൊഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂള്, ചെയിൻ റൂള്. പിന്നെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഏത് ഡിഫറൻസിയേഷനും നമുക്ക് ഇതിനകത്തും യൂസ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇതാണ് നമ്മുടെ 5th question. X raised to find the derivative of x raised to sin x with respect to sin x all raised to x. Okay, method is the same. So let us take the first one as u and the second one as v. Okay, so we need to find du by dv. For that we have to find du by dx and dv by dx because u and v are functions of x only, right? Okay. അപ്പോൾ ഇത് ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിലോ ഏത് ഫംഗ്ഷൻ്റെ മണ്ടയ്ക്ക് വേറൊരു ഫംഗ്ഷൻ കയറിയിരിക്കുക. അപ്പോൾ അതിന് താഴെ ഇറക്കി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കുന്നോ? യെസ് കറക്റ്റ്, ലോഗരിതം എടുക്കണം. യെസ്, അപ്പോൾ ലോഗ് യു, വാട്ട് ഈസ് ലോഗ് യു? യെസ്, സൈൻ എക്സ് ടൈംസ് ലോഗ് എക്സ്. ഓക്കെ, ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ്. So 1 by u into du by dx is equal to, here it is the product of two function sin x and log x. So we need to apply product rule here. So sin x times derivative log x 1 by x plus log x times derivative sin x, that is cos x. So what is du by dx? Du by dx is equal to u times sin x over x plus cos x times, അത് ഞാൻ ആദ്യം എഴുതുന്നേ ഉള്ളൂ, cos x times log x, right?
Yeah, then we can replace u is x raised to sin x. So നമുക്കറിയാവുന്നതാണ്. So x raised to sin x times sin x over x plus cos x times log x. Okay. Now we need to find the dv by dx. What is dv by dx? അതിനു മുമ്പ് നമുക്ക് v ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ലോഗരിതം എടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയേ. u ആണ് v ആണ്. v യുടെ ലോഗർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് u du by ലോഗർ എടുക്കുമ്പോൾ മേളിലുള്ള x താഴോട്ട് പോരും അല്ലേ. അപ്പോൾ നമുക്ക് log v is equal to x times log sin x. മേളിലുള്ള x താഴോട്ട് പോകുന്നു, ബാക്കിയുള്ള അടുത്തൊരു ലോഗരിതം അപ്ലൈ ചെയ്യും. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 1 by v into dv by dx is equal to log into 1 by v into v യുടെ dv by dx. പ്രൊഡക്റ്റ് ഉണ്ട് x into log ന്റെ ഡെറിവേറ്റീവ് 1 by sin x into sin ന്റെ ഡെറിവേറ്റീവ് cos x. log x എന്നത് log ന്റെ 1 by into sin ന്റെ cos x. പ്രൊഡക്റ്റ് ഉണ്ട് പ്ലസ് log sin x into derivative of x is 1. Okay, so what is dv by dx? So dv by dx is equal to v times, ഇത് നമുക്ക് ഒരുമിച്ച് എഴുതാം. cos by sin is cot എന്ന് എഴുതാം. so x cot x plus log sin x. okay, v ക്ക് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാം. what is v? v is equal to yes, v is equal to sin x raised to x. sin x raised to x times ബാക്കിയുള്ളത് പോലെ തന്നെ x cot x plus log sin x. okay, now we can find du by dv. what is du by dv? Yeah, du by dv is equal to, write the formula first. du by dv is equal to du by dx by dv by dx. so that's equal to, here we have the values x raised to sin x into sin x by x plus cos x into log x divided by sin x raised to x times x cot x plus log sin x. right, so that's the answer. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കൊടുത്തങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വേറെ റൂളുകളൊന്നുമില്ല. നമ്മൾ ഡിഫറൻസിയേഷനകത്ത് പഠിച്ചിട്ടുള്ള റൂളുകൾ മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്. കൂട്ടത്തിൽ ഈ ഒരു ഫോർമുല മാത്രം നമ്മൾ ഓർത്തിരിക്കുക. ആദ്യത്തിന് യു എന്ന് വിളിച്ച് രണ്ടാമത്തിന് വി എന്ന് വിളിക്കുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വി ആണ്. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് ബൈ ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ്സുകൾ മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടർച്ച നിങ്ങൾക്ക് കിട്ടാണ്ട് പോയാൽ നിങ്ങൾക്ക് പിന്നെ ക്ലാസ്സുകൾ മനസ്സിലാകാതെ വരും. അപ്പോൾ ഇത്തരത്തിലൊരു നിങ്ങളിത് ഫോളോ ചെയ്ത് പോന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങളുടെ സ്കൂൾ എക്സാമിനേഷന് വാങ്ങാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷനും നല്ല സ്കോർ വാങ്ങാൻ പറ്റും. നിങ്ങളൊന്ന് ഒരു തവണ അല്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ നല്ല സ്കോർ നിങ്ങൾക്ക് ലഭിക്കും. ക്ലാസ്സുകൾ മിസ്സാകാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്ലാസ് കാണുക. മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും മിസ്സാകില്ല, എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീണ്ടും പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.